ആയുർവേദത്തിന്റെ ഉത്പത്തി അല്ലെങ്കിൽ ഹിസ്റ്ററി, എങ്ങനെയാണ് ആയുർവേദം ഭൂമിയിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിരാദേവി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മാസ്മൃതോ ആയുഷോ വേദം പ്രജാപതി മജിഗ്രഹത് എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവ് സ്മരിച്ചെടുത്ത ആയുർവേദമാണ്. ഈ ആയുർവേദം ദക്ഷ പ്രജാപതിക്ക് കൈമാറി. പ്രജാപതി അവിടുന്ന് അശ്വിനി ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് അവിടുന്ന് ദേവേന്ദ്രന് കിട്ടുകയും ചെയ്തു. മനുഷ്യർക്ക് വൈയായികൾ അധികമാവുന്ന സമയത്ത് മുനിമാരെല്ലാവരും കൂടി എന്തു വേണമെന്ന് ആലോചിച്ചു. അവർ ഹിമാലയത്തിന്റെ താഴ്വരയിൽ പോയി എല്ലാവരും കൂടി ചേർന്ന് എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം, ദേവലോകത്ത് മാത്രമുണ്ടായിരുന്ന ആ ശാസ്ത്രത്തെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ആരാണ് ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചോദ്യചിഹ്നമായിരുന്നു. അത് ഭരദ്വാജ മഹർഷി ഏറ്റെടുക്കുകയും ഭരദ്വാജ മഹർഷി ദേവലോകത്ത് പോയി ദേവേന്ദ്രനിൽ നിന്നും ആയുർവേദം എന്ന് പറയുന്ന ആയുസിന്റെ ഈ മഹത്തായ ശാസ്ത്രം പഠിച്ചെടുത്ത് ഭൂമിയിലേക്ക് എത്തിച്ചു. ഭരദ്വാജ മഹർഷി അത് അവിടുന്ന് ആത്രേയ പുനർവസു അല്ലെങ്കിൽ കൃഷ്ണാത്രേയ എന്ന് പറയുന്ന മഹർഷിക്ക് കൊടുക്കുകയും അദ്ദേഹം 6 ശിഷ്യന്മാരായിട്ടുള്ള അഗ്നിവേശൻ, ഭേലൻ, ജതുകർണൻ, ഹരിത, ക്ഷാരപാണി, പരാശരൻ തുടങ്ങിയ 6 ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഇതിൽ അഗ്നിവേശനാൽ എഴുതിയപ്പെട്ട സംഹിതയാണ് ഏറ്റവും പ്രചാരത്തിലുള്ളതും ദേവേന്മാർ പോലും അത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അഗ്നിവേശൻ എഴുതിയ സംഹിത ഇന്ന് നമുക്ക് അതേപോലെ ഇല്ല. ചരകാചാര്യൻ എടുത്തെഴുതിയ ചരക സംഹിത എന്ന് പറയുന്ന പുസ്തകമാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഒപ്പീനിയൻ പ്രകാരം ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ആയുർവേദം ദിവോദാസ്, ധന്വന്തിരി, ദേവേന്ദ്രനിൽ നിന്നും പഠിക്കുകയും അത് കഴിഞ്ഞ് അത് സുശ്രുതൻ, ഔരഭ്രൻ, ഔപദേനവ മുതലായ ശിഷ്യന്മാർക്ക് കൈമാറുകയും ചെയ്തു എന്ന് പറയുന്നു. ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്ന് പറയുന്നതാണ് ബൃഹത്രയീസ് എന്ന് പറയുന്നത്. ഇവരെഴുതിയ ചരക സംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം എന്നിങ്ങനെയുള്ള 3 പുസ്തകങ്ങളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്.